ഹലോ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിപ്പോൾ ഈ വീഡിയോ എടുത്തില്ലേ പുതിയ ജേർണലിലെ ന്യൂ ജേർണൽ എഴുതിയത്. സോ അതിപ്പോൾ അപ്ലോഡായി കാണൂല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഇട്ട അപ്പം തന്നെയും തുടങ്ങിയത്. ഡ്രോയിങ് കോൺടെസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആരും ഇല്ല. അപ്പം ഞാൻ തന്നെ ചെയ്താലോ? പക്ഷെ എനിക്ക് എന്തോ ആയിരിക്കണം. നിങ്ങൾക്കൊരു എനിക്കൊരു ഫോട്ടോ അയച്ചാൽ ഞാൻ നിങ്ങളെ വരയ്ക്കാം. സോ ഗൈസ്, ഇങ്ങനെ വീഡിയോസ് ഉണ്ടല്ലോ, ആൾക്കാർ ഇങ്ങനെ പേരെഴുതണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, 0 സബ്സ്ക്രൈബേഴ്സ്, 9 or 10 അങ്ങനെ ഉള്ളൂ. ഒരു 3 ആൾക്കാർ എൻ്റെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്തായിരുന്നല്ലോ. ആ ചാനൽ വരുന്നത് A and N for Army, A and N for Army Innitu's ചാനൽ. അതിലായിരുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കണം. അതിൽ മറ്റേ അവറ്റർ വേൾഡ് vs ടോക്കാബോക്കേൻ്റെ ഒരു ഗെയിമില്ലേ, 2 അപ്പോൾ ഞാൻ അവറ്റർ വേൾഡ് ചൂസ് ചെയ്ത. സോ ആ ഒരു 3 കമൻറ്റ്സ് കിട്ടിയായിരുന്നു. ഒരാൾ മാത്രം ഉണ്ടാക്കാപ്പൊക്കെ എടുത്ത്, പിന്നെ ഒരാൾ ഇങ്ങനൊരു ഓക്കെ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സില്ലി ഫേസ് ഇട്ടായിരുന്നു. 3ത്തെ കമൻറ്റ് എനിക്ക് ഓർമ്മയില്ല, ഓൺ യൂട്യൂബറാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സോ ഗൈസ്, അപ്പം ഡ്രോയിങ് കോൺടെസ്റ്റ് തുടങ്ങുക. എനിക്ക് എത്ര മിനിറ്റ്സ് എത്രയാണെന്ന് എനിക്ക് ഇപ്പോഴേ അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് 100 സെക്കൻഡ്സ് ആക്കാം. ഗൈസ്, ഇത് വലിയ ഡ്രോയിങ് ആണ് ഞാൻ ചെയ്യാൻ പോണേ. വലിയ അല്ല, ഞാൻ ഏതെങ്കിലും ഇതിൽ നിന്ന് അതിനടുത്ത് നോക്കി പടം വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടു. ഗൈസ്, അപ്പോൾ എൻ്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത്, എനിക്കിത് ഈസി ആയിട്ട് എനിക്ക് തോന്നണില്ല. അപ്പം ഞാൻ പുതിയതെടുക്കുകയാണ്. ഇതെടുക്കണം. എനിക്ക് കുറച്ച് ഹാർഡ് ഇഷ്ടമാണ് എനിക്ക്. എന്നാൽ ഗൈസ്, ഞാൻ വേണ്ടാന്ന് വിചാരിച്ച സാധനമാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോണേ. ഒരു ടീ കപ്പ്. ഇത് നിങ്ങൾ വിചാരിച്ചിരുന്ന ഹാർഡൊന്നുമല്ല, പോകങ്ങോട്ട് നിങ്ങൾ വിചാരിക്കും, പക്ഷെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ടൈറ്റിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എൻ്റെ ജേർണൽ ബുക്കിലാണ് ഞാനിത് വെക്കണേ. ബുക്ക് വേസ്റ്റ് ചെയ്യണ്ടെന്ന് പറയാം. സോ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സ്കേർഡാണ്. എനിക്ക് വേണ്ട കളേഴ്സ് ഉണ്ടോയെന്ന് നോക്കാം. ബ്ലൂ ഉണ്ട്. പിന്നെ എനിക്ക് ആ വൈറ്റ് മാത്രമില്ല. ഈ ഡാർക്ക് ബ്ലൂ ഉണ്ട് എനിക്ക്. സോ നമുക്ക് തുടങ്ങിയാലോ ഗൈസ്. അപ്പം നിങ്ങൾ യുവാണ്, നിങ്ങൾ ഭയങ്കര പേഷ്യൻ്റാണ് എനിക്ക് തോന്നണേ. സോ നമുക്ക് ആദ്യം തന്നെ ബ്ലാക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് ഭയങ്കര പേടിയാണത്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഡ്രോയിങ് കോൺടെസ്റ്റിൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണേ. എനിക്ക് തോന്നണേ നല്ലതായിട്ട് വരയ്ക്കില്ല എന്നാണ്. നമ്മളൊരു റൂമിയല്ലേ, അത് പെർഫെക്റ്റ് സെയിം ലുക്കായിട്ട് ഞാൻ വരച്ച. വീഡിയോയുടെ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. സോ വീഡിയോ ഞാൻ വരച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ റൂമി ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു വൈസ്. നമുക്ക് ഡാർക്ക് ബ്ലൂ ആണ് വേണ്ടത്. ഈ കോഫീൻ്റെ ഉള്ളിൽ ഡാർക്ക് കോഫി നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്ന് പറയണേ. എനിക്ക് ഷേക്കുമല്ലേ വയ്ക്കാം തോന്നണില്ല. സോ ഞാനിങ്ങനെ ഡ്രോ ചെയ്യാണ് ഡാർക്ക് ബ്ലൂ ആയിട്ട്. പക്ഷെ ഇത് വർക്കാണല്ലോ, പരപ്പള പോലെ ഇരിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് റെഡി കിട്ടി. ഞാൻ കുറച്ച് ബ്ലാക്ക് എടുക്കാം. എന്നിട്ട് ഒരു കുറച്ച് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് ബ്ലൂവും കൂടെ ആഡ് ചെയ്തേക്കാം. കാരണം എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നമ്മൾ ഡാർക്ക് ബ്ലൂവും ഈ ഡാർക്ക് ബ്ലൂ ഇല്ലേ, പിന്നെ എൻ്റെ ലൈറ്റ് ബ്ലൂവും കൂടി ഇട്ട് നോക്കിയപ്പോൾ ഒരു അടിപൊളി വർക്ക്, ഒരു ഓൾമോസ്റ്റ് എനിക്ക് വേണ്ട കളർ കിട്ടി. ഞാൻ നോക്കാം. സോ ഞാനിങ്ങനെ ചെയ്തിരിക്കുകയാണ്. എനിക്ക് പ്രേശിയാണ്. ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഫിംഗേഴ്സ് ക്രോസ്ഡാണ് ഞാൻ. എനിക്കൊരു PP അടിച്ച് ചിലപ്പോൾ എനിക്ക് അങ്ങനെ അങ്കിളെത്തിന്നാണ് അറിയില്ല. നമുക്ക് പെട്ടെന്ന് ഞാൻ തീർക്കാം. ബിക്കോസ് എനിക്കിങ്ങനെ പെട്ടെന്നൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഞാൻ വലിയൊരു യൂട്യൂബറിൻ്റെ എഡിറ്റ്സൊക്കെ ഞാനിങ്ങനെ എനിക്ക് മുമ്പ് അറിയില്ല എന്നിങ്ങനെയൊക്കെ ചെയ്യണം. ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടാണ് ഞാൻ പഠിക്കണതൊക്കെ. സോ എനിക്ക് നല്ല അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യണം. പക്ഷെ ഞാൻ നല്ലതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല അത്. സോ ഞാൻ ഗൈസ്, ഇനി നമുക്ക് എടുക്കേണ്ട ബ്ലൂ ആണ്. ഇതുവരെയായിട്ട് ഫിംഗേഴ്സ് ക്രോസ്ഡ് മാറ്റിയിട്ടില്ല, മാറ്റുവേ ഇല്ല. ഈ ഡ്രോയിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ മാറ്റുള്ളൂ. ഇല്ല, ബാക്കി ഇത് കിഡ്സിന് വേണ്ടി ഇസ്രയേലിന് കളറാണ്. പക്ഷേ ഈ ഡാർക്ക് എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല. ഈ ബ്രൗണാണ് എനിക്കുള്ളത്. അന്ന് എനിക്കിതുണ്ട്, ഈ ഫ്ലൂറിസിനുണ്ട്. അത് ഞാൻ കുറച്ച് ആഡിയിട്ട് തുള്ളി ബ്രൗണും കൂടി ഇടാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടിടും.
ഭയങ്കര പതുക്കെയാണ് വരയ്ക്കണം. പക്ഷെ ഈ സ്കെച്ച് പെന്നായിരുന്നെങ്കിൽ കുറച്ച് വാച്ചാവുന്നുണ്ട്. ഇത് പെർഫെക്റ്റാ. ഇതാണ് ഞാൻ വരയ്ക്കാൻ പോണേ. ഫ്ലൂറിസം പോലെ ഇരിക്കണല്ലോ ഇത്. പക്ഷെ അത് പെർഫെക്റ്റാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ കുറച്ചും കൂടി ഡാർക്കായി പോയെന്നുള്ളൂ. ദാറ്റ്സ് ഓക്കെ ഗൈസ്. ദിസ് ഇസ് ഗോണ ബി സോ പെർഫെക്റ്റ്. എനിക്കിത് ഉറപ്പാണ്. സോ എൻ്റെ സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂളാണ്. എവിടുത്തെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കാറൊന്നുമില്ല. ഓ ഗൈസ്, എനിക്ക് ഇനി ലാസ്റ്റ് ഒരു ബ്രൗണും കൂടി ഇട്ടാൽ മതി. തുള്ളിപ്പിക്കിരി വാവ ഒരു വാവ. നമ്മൾ പറയുന്നതൊക്കെ ഈസിയാണ്, പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. ഗൈസ്, നിങ്ങൾക്ക് എനിമി ഉണ്ടോ? എനിക്കൊരു എനിമിയുണ്ട് സ്കൂളിൽ. എൻ്റെ ബിഗ്ഗസ്റ്റ് എനിമി സഞ്ജയ് ദീപക് എന്നാണ് പേര്. അവൻ എൻ്റെ പൊന്നെ, അവനെനിക്ക് സമാധാനം തരില്ല. സോ ഗൈസ്, ഞാൻ എന്താ പറയണമെന്നറിയാം. അവൻ എൻ്റെ വീഡിയോ കണ്ട അവന് ജെല്ലസാവും. സോ അവൻ എന്താണെന്ന് പറയട്ടെ. അപ്പോൾ നമുക്ക് പേഴ്സണൽ തിങ്സ് ആൾക്കാരെ അറിയാൻ ഇഷ്ടമില്ലല്ലോ. സോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ട്, അവന് സഞ്ജയൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ ഞാൻ അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ മതി. അപ്പം ഞാനിങ്ങനെ സൗകര്യം പറഞ്ഞേ. അപ്പോൾ സഞ്ജയ് വാട്ട് ഷീസ് ഇതെന്ത് പോലീസ് ഓഫീസറാ? എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പോലീസ് ഓഫീസറിനെ പോലെ അവൻ എല്ലാം അറിയണം. അതെനിക്ക് അവനെ കൊല്ലാൻ തോന്നും. അവങ്ങനെ എനിക്ക് എന്നെ ചാവാനോ. പക്ഷേ ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ PP1 മുതൽ അറിയാമെന്ന് ഞങ്ങൾ ഭയങ്കര ബിഗ്ഗസ്റ്റ് എനിമീസാണ്. PP1 മുതൽ ഞങ്ങൾ സെയിം ക്ലാസ്സിലാണ്. PP2 മാതിരി സ്കൂൾ മാറി ഇല്ലെന്ന് അതെങ്കിലും അറിയാൻ. PP2 മുതൽ ഞങ്ങൾ എനിമീസാണ്. എന്നിട്ട് ഞങ്ങൾ എല്ലാത്തിലും സെയിം ക്ലാസ്സിലാണ്. എനിക്ക് മനസ്സിലാണില്ല, എല്ലാത്തിലും ഞങ്ങൾ സെയിം ക്ലാസ്സില്ല. ഒരു ക്ലാസ് പോലും ഡിഫറെൻ്റ് ആയിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ബിഗ്ഗസ്റ്റ് എനിമീസായിട്ടും ഞങ്ങൾ ക്ലാസ് വേണ്ടേ. സോ ഈ പ്രാവശ്യം ഇനി ഞങ്ങൾ ഒന്നും കൂടി ഈ 4th ഞങ്ങൾ ക്ലാസ് സെയിം ആയാൽ ഞാൻ ഈ സ്കൂൾ വിട്ട് പോയി. ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് മാറ്റാൻ പറയും. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞു ഇനി മാറ്റണം. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഗൈസ്, എല്ലാവരോടും പറയുകയാണ് എന്നോട് മിണ്ടണ്ട. സോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഞാൻ കാണുവാണെങ്കിൽ, സോ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചാനൽസ്. സോ അവരൊക്കെ കാണുവാണെങ്കിൽ അവനെ എന്നെ അറിയാതെ ശ്രീ എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. എൻ്റെ പൊന്നെ, അവനെല്ലാം പറഞ്ഞു കൊടുക്കും. കട്ടീസ് ആവണമെന്നുണ്ട് എനിക്ക് അവനോട്. കട്ടീസായാലും കാര്യമില്ല, അങ്ങോട്ട് തന്നെ വരും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെ. ഈ സഞ്ജയ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ലൂസാണ്. പക്ഷെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് രുദ്ര, അവൾ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സോ ഗൈസ്, ഇത്ര ആദ്യമുള്ള നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാവും. ബിക്കോസ് ഷീ ഈസ് സോ നൈസ്. ഷീ നെവർ കംപ്ലൈൻസ് അബൌട്ട് മീ. ഷീ ഈസ് നോ. സോ ഞങ്ങൾ ആകെ ലിറ്ററലി 2 times ഞങ്ങൾ കട്ടീസ് ആയിട്ട്. സോ ഞാനും ഇൻഫിനിറ്റോ ക്ലാസ് കട്ടീസ് ആയിട്ടുണ്ട്. ഞങ്ങൾ 3ാം ക്ലാസ്സിൽ വരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഞങ്ങൾക്ക് ഈ ചേർന്ന് അറിയാം. എന്നിട്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സല്ല. 2nd സ്റ്റാൻഡേർഡ് മുതലാണ് എനിക്ക് രുദ്രേനെ അറിയാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഭയങ്കര ബെസ്റ്റീസാണ്. ഞങ്ങൾ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സാണ്. ശ്രീനയിൽ എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് രുദ്രയാണ്. എന്നിട്ടൊരു ദിയുണ്ട്, അതാണ് 3rd. ദിയ എന്നൊരു ഗേളുണ്ട്. അവൾ കൈൻഡാണ്. അവൾ എന്നോട് കട്ടീസൊന്നും ആവില്ല. ശ്രീ കട്ടീസായാൽ എന്നോടും കട്ടീസാവില്ല, അവളിനോടും കട്ടീസാവില്ല. അവൾ പറയും അവളുടെ 2nd സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ കട്ടീസായിട്ട് അവളുടെ ലൈഫ് ഇങ്ങനെ റൂണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. സോ അതിൽ ട്രൂ ആണ്. നമ്മൾ കട്ടീസാകുമ്പോൾ ആൾക്കാർ നമ്മൾ ഫ്രണ്ട്സിനെ നമ്മൾ ലൂസ് ചെയ്യും, ഇങ്ങനെ കുറേ ഹാപ്പൻ ചെയ്യും. ബട്ട് എന്തൊക്കെ ചെയ്താലും ഞാൻ സഞ്ജയിനോട് എപ്പോഴും കട്ടീസിക്കും. ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. ഈ ടീച്ചർ ഞങ്ങൾ ഇരുപ്പിച്ച് ഒരു ദിവസം. ബട്ട് ഞാൻ അവനോട് ഫ്രണ്ട് ആകാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് ഐ ഡോണ്ട് വാണ്ട് ടു ബി ഫ്രണ്ട്സ് ഓർ എനിമീസ്, ഐ ജസ്റ്റ് വാണ്ട് ടു ബി ഇൻ ദ മിഡിൽ. എനിക്ക് എനിമി ആകാൻ പറ്റും, ഫ്രണ്ട്സും ആകാൻ പറ്റും. പക്ഷെ മിഡിലാകാൻ എനിക്ക് സമാധാനമില്ല. മിഡിലാണെങ്കിൽ ഞാൻ 2 മിക്സ് ആക്കും. ഫ്രണ്ട്സ് ആകാൻ എനിക്ക് വയ്യ അവനോട്. ഇനി ഞാനില്ലായിരുന്നു ഇന്ന് ഞാൻ കണ്ടതാണ്. സോ എനിക്ക് 2nd സ്റ്റാൻഡേർഡ് ടീച്ചറുണ്ട്, മാളക ടീച്ചർ. ഷി വാസ് സോ കൈൻഡ്. അപ്പോൾ ആ ടീച്ചർ ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ട്. അപ്പോൾ ടീച്ചർ എന്നോട് ടീച്ചർ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു. സോ എന്നാൽ അപ്പോൾ ടീച്ചർ ചോദിക്കുന്നത് ഇത് വരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഞങ്ങൾ PP1 മുതലാണ്
എല്ലാ ടീച്ചേഴ്സും അറിയാം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ടീച്ചറിന്. സോ ഗൈസ് എൻ്റെ ഫൈനൽ റിസൾട്ട്സ് ഹിയർ. പിന്നെ എന്നോട് ഗൈസ് നിങ്ങൾ എൻ്റെ സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ചേരണം. എന്നെ കണ്ടാൽ ഞങ്ങൾ 3യിലാണ്. സോ എന്നെ കണ്ടാൽ നിങ്ങൾ അപ്പം തന്നെ ഒരു ബോയ് ഉണ്ട് സഞ്ജയ്, ഞാൻ പറഞ്ഞുതരാം, അവനോട് കട്ടിസാണ് പ്ലീസ് ഗൈസ്. ഇനി ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. സോ ഞങ്ങൾ എൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ റെഡി അല്ലേ? 3, 2, 1. ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയണേ, പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല, ഒരു തുള്ളി പോലും ഇഷ്ടപ്പെട്ടില്ല. സോ ഞാനൊരു പുതിയ കോൺടെസ്റ്റ് അതിലൊരു ഗേളിനെ ആയിരിക്കും മരിക്കണം ഇപ്പം തന്നെ, ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ടാറ്റാ.